മുഹമ്മദ് അൽ ജുലാനിയെ ട്രംപ് വാരിപ്പുണരുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതുമായ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ജുലാനി ഇപ്പോൾ കോട്ടിടുന്നുണ്ട്, ഇപ്പോൾ അമേരിക്കൻ സ്നേഹം പറയുന്നുണ്ട് എന്നതൊക്കെ സത്യമാണെങ്കിലും അടിസ്ഥാനപരമായി ജുലാനി ഒരു ഭീകരനാണ്. ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന നോട്ടീസ് ഒന്ന് കാണുക. ഈ നോട്ടീസ് കഴിഞ്ഞ ഡിസംബർ വരെ വാലിഡ് ആയിരുന്നു. ഡിസംബർ കഴിഞ്ഞിട്ട് 5 മാസമേ പൂർത്തിയായിട്ടുള്ളൂ. ഈ 6 മാസം മുൻപ് $10 മില്യൺ അമേരിക്കൻ ഡോളർ തലയ്ക്ക് വിലയുള്ള ഭീകരനായിരുന്നു ഇയാൾ. എന്ന് വെച്ചാൽ ഇയാളെ കാണിച്ചു കൊടുക്കുന്നവർക്ക് കോടീശ്വരനാകാമായിരുന്നു. കൊടും ഭീകരൻ, നിരപരാധികളായ അമേരിക്കക്കാരുടെ ജീവൻ എടുത്തയാൾ, അൽ ഖ്വയ്ദയുടെ നേതാവ്, ഐസിസിന്റെ സ്ഥാപകരിൽ ഒരാൾ, ഇങ്ങനെയൊക്കെയാണ് FBI ഇയാളെ കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. ഇയാളുടെ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് സിറിയ അട്ടിമറിച്ചത്. സിറിയയുടെ പ്രസിഡന്റ് ബഷാർ അൽ അസാദാണ്. അൽ അസാദിനെ അട്ടിമറിക്കാൻ ഇസ്ലാമിക ഭീകരവാദ ആശയവുമായി ഒളിപ്രവർത്തനം നടത്തി അനേകം നിരപരാധികളെ ബോംബിട്ട് മിസൈൽ പ്രയോഗിച്ചും കൊന്നയാളാണ് അൽ ജുലാനി. അൽ ജുലാനി അങ്ങനെ ഒരിക്കൽ ഡമാസ്കസ് പിടിച്ചെടുത്തു. അൽ അസാദിന് നാടുവിടേണ്ടി വന്നു. അങ്ങനെ അക്രമ വഴിയിലൂടെ സിറിയ പിടിച്ചെടുത്ത അൽ ജുലാനി കോട്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വന്ന് കണ്ടതോടെ ഭീകരവാദത്തേക്കുള്ള നിലപാട് മാറുന്നു. അൽ ജുലാനിക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്നു, പ്രസിഡന്റ് എന്ന് വിളിക്കുന്നു. ട്രംപിനോട് ഒരു അമേരിക്കൻ ചാനൽ ചോദിക്കുന്നു അൽ ജുലാനിയെ കുറിച്ച്. അയാൾ പറയാണ് സ്ട്രോങ് ആണ്, മിടുക്കനാണ്, ബുദ്ധിമാനാണ്, ചെറുപ്പക്കാരനാണ്. ആരാണ് ഈ ഭീകരനെ കുറിച്ച്? 6 മാസം മുമ്പ് $10 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ച ഭീകരനാണ്. അനേകം നിരപരാധികളുടെ ജീവൻ എടുത്തുന്ന അമേരിക്കക്കാരടക്കം. ആ ഭീകരനെയാണ് മിടുക്കൻ, സ്ട്രോങ്, ശക്തൻ, പ്രഗത്ഭൻ എന്നൊക്കെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് കൈ കൊടുക്കുന്നത്. എന്തൊരവസ്ഥയാണ്!